ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്പം മുമ്പ് ആ രാധമ്മയുടെ ഭർത്താവ് പഴം വിഴുങ്ങി വീണു. എലി മാളത്തിന്ന് വരുന്നത് പോലെ ഇവിടെ കയറി വന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ എന്തൊക്കെയോ കുശുകുശുപ്പ്. എന്നെ കണ്ടതും അങ്ങ് നിർത്തി. എന്തോ രഹസ്യമുണ്ട്. രഹസ്യമോ? എന്നാ ചോർത്തിക്കൂടെ? ചോർത്താൻ ഞാൻ സഹസ്രകോടി പരിശ്രമിക്കുന്നുണ്ട്. നടക്കണ്ടേ? രാധമ്മയ്ക്കാണെങ്കിൽ ഒരുമാതിരി കണ്ണുനീര്. പൂങ്കണ്ണീരുമല്ല, തേങ്കണ്ണീരുമല്ല. പിന്നെ സങ്കടക്കണ്ണീരാണോ? അതുമല്ല. ആനന്ദ കണ്ണീരാണോ എന്ന് പറയാനും പറ്റത്തില്ല. എന്നാലേ അവളും അവനും കൂടി എവിടെ പോയെന്ന് തിരക്കുമുണ്ടെങ്കിലമ്മേ. ഞാൻ അന്വേഷിക്കുകയാണ് അംബികേ. പിന്നെ എന്റെ ഒരു സംശയം ഞാൻ പറയട്ടെ? പറയേ. പറയണമല്ലോ. എന്റെ ഒരു കാൽക്കുലേഷനും ഡിസ്പ്ലിക്കേഷനും ഒക്കെ ശരിയാണെങ്കിൽ അവൾ അവളുടെ ഒറിജിനൽ അമ്മയുടെ അടുത്ത. എന്താ കാര്യം? പറയാം. ആ ജയൻ അവിടെ ഇല്ലേ, എന്റെ PA? എന്റെ തലതെറിച്ച മോനല്ലേ. അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്നാലേ മുണ്ടയ്ക്കലമ്മ കോള് കട്ട് ചെയ്തേക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. എന്താ പ്രശ്നം? എടാ, ഋതികയും രാജുവും അവരുടെ വീട്ടിലില്ലാന്ന്. അവരാ പത്മയുടെ അടുത്താണോന്ന് എനിക്കൊരു ഡൗട്ട്. വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? രണ്ടെണ്ണം അടിച്ചിരുന്നെങ്കിൽ രാത്രി അടിപൊളിയായി. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പ്രിയയുടെ കൊലവിളി. അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ പോ. ദൈവമേ, ആ പോതനാണല്ലോ. എന്തിനാണാവോ? ഹലോ മാഡം, ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് ജയ. താനിപ്പോ എവിടെയാ? ഞാൻ ഇപ്പൊ പെരുവഴിയില്ല. പെരുവഴിയിലാണോ തന്റെ അന്തിയുറക്കം? അയ്യോ അതല്ല മാഡം, ഞാനിങ്ങനെ സ്ലോ മോഷനിലെ വീട്ടിലേക്ക് പോവായിരുന്നു. എടോ, തന്നെ ഞാൻ അടിയന്തരമായ ഒരു കാര്യം ഏൽപ്പിക്കുക. വളരെ കരുതലോടെ താനത് ചെയ്യണം. എന്താ മാഡം? ആ ഋതിക ഇപ്പോ നിങ്ങളുടെ വീട്ടിലുമില്ല, ഇവിടെയുമില്ല. അയ്യോ, പിന്നെ എവിടെ പോയി മാഡം? ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ തനിക്കെന്തിനാ എത്ര സങ്കടം? എനിക്ക് സങ്കടമൊന്നുമില്ല. ആ, എന്നാലേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഓ. ഋതിക അവളുടെ അമ്മ പത്മാവതിയുടെ കൂടെ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അവൾ അവിടെയാണോന്ന് താൻ പോയൊന്ന് അന്വേഷിക്കേ. അകലെ